സുമന്ത്രരിൽ നിന്നും രാമന്റെ വിശേഷങ്ങൾ അറിഞ്ഞ ദശരഥൻ രാമന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു. അങ്ങനെ തളർന്നുറങ്ങിയ ദശരഥൻ അല്പം കഴിഞ്ഞ് ഞെട്ടിയുണർന്നു. തന്റെ ചെറുപ്പത്തിലെ ഒരു പാപകൃത്യത്തെ പറ്റിയുള്ള ഓർമ്മ രാജാവിനെ കുത്തി നോവിച്ചു. മഴക്കാലത്തൊരിക്കൽ താൻ തേരിൽ കയറി അമ്പും വില്ലും എടുത്ത് രാത്രി സരയൂ നദിക്കരയിൽ നായാട്ടിനു പോയി. ആന തുമ്പിക്കൈയിൽ വെള്ളം നിറയ്ക്കുന്നത് പോലൊരു ശബ്ദം കേട്ട് ഞാൻ അടുത്തു ചെന്നപ്പോൾ കണ്ടത് കയ്യിൽ കുടവുമായി ഒരു മുനികുമാരൻ അമ്പേറ്റ് കിടന്നു പിടയുന്നതാണ്. അന്ധരായ അവന്റെ മാതാപിതാക്കൾ താപസരാണെന്നും അവർക്ക് ദാഹജലം എത്തിക്കണമെന്നും മരിക്കുന്നതിനു മുമ്പേ ആ മുനികുമാരൻ പറഞ്ഞു. തന്റെ സഹായത്തോടെ അവർ മകന്റെ മൃതശരീരം സംസ്കരിച്ചു. പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ എന്ന് താപസൻ എന്നെ ശപിച്ചു. അതിനുശേഷം അവരിരുവരും തീയിൽ ചാടി മരിച്ചു. അങ്ങനെ പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കഴിച്ചുകൂട്ടിയ രാജാവ് അർദ്ധരാത്രി ആയപ്പോഴേക്കും അന്ത്യശ്വാസം വലിച്ചു.